ഇവരും തമ്മിലുള്ള നീരസം അത് അതേപടി. വിനോദ്, നേരത്തെ VN വാസവൻ വീണ്ടും മന്ത്രിയായി ചുമതലയേറ്റ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ സംസാരിച്ചിരുന്നില്ല. അന്ന് ചായ സൽക്കാരത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പങ്കെടുക്കാതെ മടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നും അത് തന്നെയാണോ നടക്കുന്നത്? ഇപ്പോൾ അനുമോദന പരിപാടി നടക്കുകയാണ്. സർക്കാർ പ്രതിനിധികളും പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ചായ സൽക്കാരത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ഏതായിരുന്നാലും ഇപ്പോൾ മന്ത്രിമാർ അടക്കമുള്ളവർ വേദിയിൽ തുടരുകയാണ്. സജി ചെറിയാൻ അടക്കമുള്ളവർ വേദിയിൽ തുടരുകയാണ്. ഇനിയുള്ള നടപടികൾ അത് നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായിരുന്നാലും ഇരുവരും തമ്മിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മുഖത്ത് നോക്കുകയോ പോലും ചെയ്യുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ OR കേളു പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. വയനാടിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് നമുക്ക് തന്നെ പറയാം. ഒപ്പം ജനങ്ങളുടെ സ്പന്ദനമറിയുന്ന ഒരു നേതാവ് കൂടിയാണ് അമരത്തേക്ക് എത്തുന്നത്. കെ രാധാകൃഷ്ണൻ ഒഴിവിലേക്കാണ് OR കേളുവിനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. CPM സംസ്ഥാന സമിതി അംഗമാണ്. വയനാട്ടിൽ നിന്നുള്ള CPM സംസ്ഥാന സമിതി അംഗം കൂടിയാണ് അദ്ദേഹം. ആദിവാസി ക്ഷേമ ബോർഡിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവ് കൂടിയാണ് OR കേളു. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നമ്മൾ കണ്ടത്. ഈ സത്യപ്രതിജ്ഞാ വേളയിലും നേരത്തെ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ വീണ്ടും നടക്കുന്ന വേളയിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ അസ്വാരസ്യം ഇപ്പോഴും മറ നീക്കി, അല്ലെങ്കിൽ അതൃപ്തി ഇപ്പോഴും മറ നീക്കി പുറത്തു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മുഖം കൊടുക്കുന്നത് പോലും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രി കുറച്ചുകൂടെ സമവായത്തിന് ശ്രമിക്കുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഗവർണർ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ലാത്ത ഒരു മനോഭാവമാണ് കാണിക്കുന്നത്. ഏതായാലും അല്പസമയത്തിന് ശേഷമാണ് ചായ സൽക്കാരം നടക്കുക. ഈ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുമോ എന്ന് അല്പസമയത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ.